رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أشهد أن لا إله إلا الله وحده لا شريك له الحق المبين، وأشهد أن محمدا عبده ورسوله الصادق الأمين، أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون، فبلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في الله حق جهاده وتركنا على البيضاء ليلها كنهارها لا يزيغ عنها إلا هالك، فصلوات الله عليه وعلى آله وأصحابه الطيبين الطاهرين وسلم تسليما مزيدا إلى يوم الدين. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, രണ്ടാമതായി സലഫിയത്ത് തെളിവ് പിടിക്കുന്ന രീതി എന്താണ്? ത്വരീഖത്തുൽ ഇസ്തിദ്ലാൽ ഇൻദ അഹ്ലിസുന്നത്തി വൽ ജമാഅ. അഹ്ലുസുന്നത്തിന്റെ ആളുകൾ ദീൻ സ്വീകരിക്കുന്ന സ്രോതസ്സുകൾ ഖാല അല്ലാഹു വഖാല റസൂലുഹു, അതിന്റെ വിശദീകരണം അവർ സ്വഹാബത്തിന്റെ വാക്കുകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും കണ്ടെത്തുന്നു. ഖുർആനിന്റെ വചനങ്ങളും ഹദീസിന്റെ വചനങ്ങളിൽ നിന്നും എങ്ങനെയാണ് അവർ തെളിവുകൾ കണ്ടെത്തുന്നത്? തെളിവ് പിടിക്കുന്ന രീതി എന്താണ്? അഹ്ലുസുന്നത്തിന് അതിന് വളരെ വ്യക്തമായ നിർവചിക്കപ്പെട്ട ചില രീതികളുണ്ട്. ആ രീതികളിൽ നിന്ന് അവർ പുറത്തേക്ക് പോകില്ല. ആ രീതി വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ, ഹസ്റുൽ ഇസ്തിദ്ലാൽ ഫി ദലീൽ ശർഈ ഐ അൽ വഹി, തെളിവുകൾ അവർ പിടിക്കുന്നത് ശർഅ് നിശ്ചയിച്ചിട്ടുള്ള നിർണയിച്ചിട്ടുള്ള സ്രോതസ്സുകളിൽ നിന്ന്, തെളിവുകളിൽ നിന്ന് മാത്രമാണ്. അഥവാ അൽ വഹി, വഹിയിൽ നിന്ന് മാത്രമാണ് അവർ തെളിവെടുക്കുക. വഹി എന്ന് പറഞ്ഞാൽ അൽ ഖുർആൻ വസ്സുന്ന. അത് തന്നെയും മുറാഅത്തി ഖവാനീനിൽ ഇസ്തിദ്ലാൽ, തെളിവ് പിടിക്കുന്നതിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളും തത്വങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കും. ഫലാ യദ്രിബൂന അൽ അദില്ലത അശ്ശർഇയ്യ ബഅ്ളഹാ ബിബഅ്ളിൻ, ശർഇന്റെ ദലീലുകളിൽ ചിലതിനെ കൊണ്ട് മറ്റു ചിലതിനെ പരസ്പരം ഏറ്റുമുട്ടിക്കുന്ന രീതി അവർക്കുണ്ടാവില്ല. ഇന്ന് കണ്ടുവരുന്ന ഒരു സുപ്രധാനമായ രോഗമാണ്. ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്ത് ഒരാൾ ഒരു വിഷയത്തിന്റെ തെളിവായി പറഞ്ഞാൽ ഉടനെ തന്നെ ഖുർആനിൽ നിന്നുള്ള മറ്റൊരായത്ത് കൊണ്ട് അതിനെ എതിർക്കാനുള്ള ശ്രമം. ഹദീസുകളിൽ നിന്ന് ഒരു ഹദീസ് ഒരു വിഷയത്തിന്റെ തെളിവായി പറഞ്ഞാൽ ഉടനെ തന്നെ മറ്റൊരു ഹദീസ് കൊണ്ട് അതിനെ എതിർക്കുവാനുള്ള ശ്രമം. ഇപ്രകാരം ശർഇന്റെ ദലീലുകളിൽ ചിലതിനെ കൊണ്ട് മറ്റു ചിലതിനെ ഏറ്റുമുട്ടിക്കുന്ന രീതി ഒരിക്കലും അഹ്ലുസുന്നത്തിന്റെ രീതിയിൽപ്പെട്ടതല്ല. ബൽ യറുദ്ദൂനൽ മുതശാബിഹ് ഇലൽ മുഹ്കം, മറിച്ച് ഖുർആനിന്റെയും ഹദീസിന്റെയും പ്രമാണവാക്യങ്ങളിൽ മുതശാബിഹും മുഹ്കമും ഉണ്ടായിരിക്കും. മുതശാബിഹിനെ അവർ മുഹ്കമിലേക്ക് മടക്കുകയാണ് ചെയ്യുക. എന്താണ് മുതശാബിഹ്, എന്താണ് മുഹ്കം? യാതൊരു തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കും വഴങ്ങാതെ വളരെ വ്യക്തമായി പ്രകടമായി നിലകൊള്ളുന്ന ചില തെളിവുകൾ ഉണ്ടാകും. അതാണ് ഖുർആനിലെയും ഹദീസിലെയും തെളിവുകളിൽ മഹാഭൂരിഭാഗവും അത്തരം തെളിവുകളാണ്. എന്നാൽ ഖുർആനിന്റെയും ഹദീസിന്റെയും ചില പരാമർശങ്ങളിൽ വ്യാഖ്യാനങ്ങൾക്ക്, ഒന്നിലധികം വ്യാഖ്യാനങ്ങൾക്ക് സാധ്യതയുള്ള, സംശയം തോന്നാവുന്ന ചില പരാമർശങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള മുതശാബിഹായ ദലീലുകളെ, ആ വിഷയത്തിൽ വന്നിട്ടുള്ള മുഹക്കമായ പ്രബലവും വ്യാഖ്യാനങ്ങൾക്ക് വഴങ്ങാത്ത
സ്വതസ്പഷ്ടവുമായ തെളിവുകളിലേക്ക് അതിനെ മടക്കുകയാണ് അവർ ചെയ്യുക. അതുപോലെ തന്നെ വൽ മുജ്മൽ ഇലൽ മുബയ്യൻ, ഖുർആനിന്റെയും ഹദീസിന്റെയും പ്രമാണവാക്യങ്ങളിൽ സംക്ഷിപ്തമായി പരാമർശിച്ചു പോയിട്ടുള്ള കുറെ തെളിവുകൾ ഉണ്ടാകും. അങ്ങനെ സംക്ഷിപ്തമായി പറഞ്ഞിട്ടുള്ളവയെ മുബയ്യനായി സവിശദമായി പ്രതിപാദിച്ചിട്ടുള്ള തെളിവുകൾ വേറെ ആ വിഷയത്തിൽ വന്നിട്ടുണ്ടാകും. അതിലേക്ക് മടക്കുകയാണ് ചെയ്യുക. വയജ്മഊന ബൈന നുസൂസിൽ വഅദി വൽ വഈദ്, അതുപോലെ തന്നെ വെറും വഅദിന്റെ ആയത്തുകളും ദലീലുകളും വാഗ്ദാനം, അള്ളാഹു നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ മാത്രം, ആ വാഗ്ദാനങ്ങൾ മാത്രം സ്വീകരിച്ചു പോകുന്ന ചില ആളുകളുണ്ട്. അവസാനം അവർ ചെന്നെത്തുന്നത് അപകടകരമായ ഇർജായിലേക്കായിരിക്കും. ഇർജ എന്ന് പറയുന്ന തെറ്റായ ബിദ്അഈ ചിന്താഗതിയുടെ ആകത്തുക. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സത്യവചനം ഉച്ചരിച്ചാൽ അയാൾ മുസ്ലിമായി കഴിഞ്ഞു. പിന്നീട് അയാളുടെ ഈമാൻ കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അയാളുടെ ഈമാൻ മലക്കുകളുടെയും പ്രവാചകന്മാരുടെയും ഈമാനിന് തുല്യമായിരിക്കും. ആ ഈമാനുള്ള ഒരാൾ എന്തെല്ലാം മഅസിയത്തുകൾ ചെയ്താലും, കുറ്റകൃത്യങ്ങൾ പ്രവർത്തിച്ചാലും, പാപങ്ങൾ ചെയ്താലും, അൽദുനൂബു വൽ മആസി, അത് ഒരിക്കലും തന്നെ ലാ തുഅസ്സിർ, അത് ഒരു ദ്രോഹവും ഒരു ദോഷവും അവർക്ക് വരുത്തില്ല. ഈമാനിന്റെ കൂടെ ഒരാൾ മഅസിയത്ത് ചെയ്താൽ ആ മഅസിയത്ത് ധിക്കാരം ഈമാനിന് ദോഷം വരുത്തില്ല എന്നുള്ളിടത്തേക്ക് പോകും. അത്തരക്കാരായ ആളുകൾ ഖുർആനിലും ഹദീസിലും വന്ന വഅദിന്റെ, അള്ളാഹു നൽകിയ നല്ല വാഗ്ദാനങ്ങളിലെ ആ തെളിവുകൾ മാത്രം കാണും, മറ്റു തെളിവ് നോക്കൂല. എന്നാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅ വഅദിന്റെ ആയത്തുകളും ഹദീസുകളും കാണുന്നത് പോലെ വഈദിന്റെ ആയത്തുകളും ഹദീസുകളും കാണും. വഈദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ താക്കീത്, ശിക്ഷയെക്കുറിച്ചുള്ള താക്കീത്, ആ താക്കീതുകൾ അടങ്ങുന്ന തെളിവുകളും കൂടെ അവർ എടുക്കും. ചില ആളുകൾ നേരെ തിരിച്ചായിരിക്കും. വഈദിന്റെ, അള്ളാഹുവിന്റെ താക്കീതുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആയത്തുകൾ മാത്രം കാണും, ദലീലുകൾ മാത്രം എടുക്കും. അവരൊരിക്കലും തന്നെ വഅദിനെ സംബന്ധിച്ചുള്ള ദലീലുകളിലേക്ക് പോകില്ല. അത്തരക്കാർ ഖവാരിജുകളുടെ ചിന്താഗതിയിലേക്ക് എടുത്തു ചാടാൻ കാരണമായി തീരുന്നു. എന്ത് ചെയ്താലും അത് അള്ളാഹു പൊറുക്കാത്ത വലിയ തെറ്റ്, മആസി ചെയ്തിട്ടുള്ള ഒരാൾ അയാളുടെ ഈമാൻ തന്നെ പാഴായി പോയി. പിന്നീട് അതല്ലെങ്കിൽ അവർ പറയും മൻസിലത്തുൻ ബൈനൽ മൻസിലത്തൈൻ എന്ന ഇഅ്തിസാലിന്റെ മുഅ്തസിലി ചിന്താഗതിയിലേക്ക് പോകും. ആ ചിന്താഗതിയിൽ പോയാലും അവർ മുസ്ലിമുമല്ല കാഫിറുമല്ല, അതിനിടക്കുള്ള ഒരു പദവിയിലാണ്. അവസാനം ഖിയാമത്ത് നാളിൽ വരുമ്പോൾ അവർ ഫീ ജഹന്നമ ഖാലിദൻ മുഖല്ലദ, അനശ്വരമായി നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യും എന്നുള്ള ചിന്താഗതിയിലേക്ക്, ഖവാരിജുകളുടെ ചിന്താഗതിയിലേക്കോ ഇർജാഇന്റെ ചിന്താഗതിയിലേക്കോ പോകാതെ വഅദിന്റെയും വഈദിന്റെയും തെളിവുകളെ, പ്രമാണവചനങ്ങളെ, തെളിവുകളെ അവർ ഒരുപോലെ സ്വീകരിക്കുന്നവരാണ്. അതുപോലെ തന്നെ വന്നഫി വന്നിസ്ബാത്ത്, സ്ഥിരീകരിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള തെളിവുകളുണ്ട്. അതിൽ സ്ഥിരീകരിക്കുന്ന തെളിവുകൾ മാത്രമല്ല, നിരാകരിക്കുന്ന തെളിവുകളും രണ്ടും ഒരുപോലെ ഇവരെടുക്കും. വൽ ഉമൂം വൽ ഖുസൂസ്, അതുപോലെ തന്നെ വളരെ ജനറിക് ആയിട്ടുള്ള, വളരെ വ്യാപക അർത്ഥത്തിൽ വരുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിൽ തന്നെ തഖ്സീസ് വരുത്തിയ ഖാസ്വായ സവിശേഷമായ തെളിവുകളുണ്ട്. സാമാന്യമെന്നും സവിശേഷമെന്നും പറയുന്ന തെളിവുകൾ രണ്ടും ഒരുപോലെ കാണുകയും സാമാന്യമായ തെളിവുകൾ എടുത്തിട്ട് അതിൽ നിന്ന് സവിശേഷമായ തെളിവുകൾ വന്ന കാര്യത്തിന് പ്രത്യേക ഹുക്മ് പറഞ്ഞത് ആ ഹുക്മ് തന്നെ അവർ തത്ബീഖ് ചെയ്യും. വയഖൂലൂന ബിന്നസ്, അവര് നസ്ഖ്, നാസിഖ്, മൻസൂഖ് അതിലവർ സ്വീകരിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നവരാണ്. നസ്ഖ് എന്ന് പറഞ്ഞാൽ ഒരായത്തിൽ, ഒരു ഹദീസിൽ ഒരു കാര്യത്തെ സംബന്ധിച്ച് ആദ്യം പരാമർശിച്ചു. ആ പരാമർശിച്ച ആശയങ്ങളിൽ ഏതെങ്കിലും ചില ഇനങ്ങൾക്കോ അല്ലെങ്കിൽ മൊത്തമായോ അതിനെ അസാധുവാക്കുന്ന മറ്റൊന്ന് വന്നു. മൊത്തമായിട്ട് അസാധുവാക്കുന്നത് വളരെ വിരളമാണ്. അതിലേതെങ്കിലും ചില വശങ്ങൾക്കാണ് ഭേദഗതികൾ പിന്നീട് ഇറങ്ങാറുള്ളത്. അതാണ് മുൻഗാമികളായ ആളുകൾ നസ്ഖ് എന്ന് പറയുന്നത് കൊണ്ട് വ്യവഹരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ നസ്ഖ് അവർ സ്വീകരിക്കുന്നവരാണ്. യഅമലൂന ബികുല്ലി മാ സഹ മിനൽ അദില്ലത്തി ശർഇയ്യ, അതുപോലെ തന്നെ ശർഇന്റെ തെളിവുകളിൽ നിന്ന് സഹീഹായ എല്ലാ തെളിവും സ്വീകരിക്കുന്നവരാണ് അഹ്ലുസുന്നത്ത്. ദൂന തഫ്രീഖിൻ ബൈനൽ ആഹാദി വഗൈരിഹി, അവർക്ക് മുത്തവാത്തിർ മാത്രമേ സ്വീകരിക്കുള്ളൂ, അല്ലെങ്കിൽ ഖുർആൻ മാത്രമേ സ്വീകരിക്കുള്ളൂ. ഇത്തരത്തിലുള്ള സിദ്ധാന്തങ്ങളും ഇല്ലാത്തവരാണ്. മറിച്ച് ഹദീസ് സഹീഹായി വന്നാൽ
ആ ഹദീസ് സഹാബത്ത് മുതൽ ഇങ്ങോട്ടുള്ള തലമുറക്കാരുടെ ഇടയിൽ അറിയപ്പെട്ടതും അതുകൊണ്ട് അമല് ചെയ്തു പോന്നിട്ടുമുള്ളതാണെങ്കിൽ ആ ഹദീസിന്റെ പണ്ഡിതന്മാരുടെ അടുക്കൽ മഅറൂഫാണ്. അങ്ങനെയുള്ള ഹദീസുകൾ കൊണ്ടവർ അമല് ചെയ്യും. ഇങ്ങനെ ചില ഉസ്ലൂബുകളും ചില ഉസൂലുകളും അഹ്ലുസുന്നത്ത് പാലിക്കുന്നുണ്ട് തെളിവ് സ്വീകരിക്കുന്നതിൽ. ഇത്തരത്തിലുള്ള ഉസൂലുകളോ ഉസ്ലൂബുകളോ പാലിക്കാതെ, ഖവാഇദുകൾ വ്യവസ്ഥകളും തത്വങ്ങളും പാലിക്കാതെ തെളിവുകളിലേക്ക് പോകുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തല്ലാത്ത കക്ഷികളൊക്കെ. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്ത് തെളിവ് പിടിക്കുന്നതിനെ കുറിച്ച് ഒന്നുകൂടി വിശദമാക്കി പറയുകയാണെങ്കിൽ, അവര് ഖുർആനിന്റെയും ഹദീസിന്റെയും വചനങ്ങൾ, ആ വചനങ്ങളെ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തത്, എങ്ങനെയാണ് സഹാബത്ത് അത് മനസ്സിലാക്കി പോന്നിട്ടുള്ളത്, എങ്ങനെയാണ് സ്വഹാബത്ത് അവരുടെ ജീവിതത്തിൽ അത് തത്ബീഖ് ചെയ്തത്, പ്രയോഗവൽക്കരിച്ചിട്ടുള്ളത്, ഇത് മനസ്സിലാക്കിയാണ് ആയത്തിന്റെയും ഹദീസിന്റെയും അർത്ഥം നിശ്ചയിക്കുന്നത്. ഡിക്ഷണറി വെച്ചിട്ടല്ല, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യാഖ്യാനങ്ങളിലൂടെയല്ല. ഖുർആനിന്റെ ഹദീസിന്റെ പ്രമാണവാക്യങ്ങളുടെ തെറ്റാത്ത വിശദീകരണം അത് സഹാബത്തിൽ നിന്നാണ് കിട്ടുക. അവരാണ് അത് തെറ്റാതെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ച് നമ്മുടെ മുമ്പാകെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മോഡലായിട്ട്, ഒരു മാതൃകയായിട്ട് നമുക്ക് ഇറക്കി തന്നിട്ടുള്ളത് അവരെയാണ്. അതുകൊണ്ട് തന്നെയാണ് സൂറത്ത് തൗബയിൽ പറഞ്ഞത്, വസ്സാബിഖൂനൽ അവ്വലൂൻ മിനൽ മുഹാജിരീന വൽ അൻസാർ والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. ഇസ്ലാമിലേക്ക് ആദ്യമായി മുൻകടന്നു വന്നിട്ടുള്ളവർ, മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ടിട്ടുള്ളവർ, വല്ലദീന ഇത്തബഊഹും ബിഇഹ്സാൻ, പൂർണ്ണമായ രൂപത്തിൽ പിന്തുടരേണ്ട രൂപത്തിൽ മുറപ്രകാരം അവരെ പിന്തുടർന്നിട്ടുള്ള ആളുകൾ, ഹദീസിൽ വിശദീകരിച്ച താബിഉകൾ, താബിഉകൾ, ഈ തലമുറക്കാരും, റളിയല്ലാഹു അൻഹും, അവരെയാണ് അല്ലാഹു തൃപ്തിപ്പെട്ടിട്ടുള്ളത്. ഒന്ന് സഹാബത്തിനെ, രണ്ട് സഹാബത്തിനെ പിന്തുടരുന്നവരെ. സഹാബത്തിനെ പൂർണ്ണവും ശരിയായ മുറപ്രകാരവും പിന്തുടരുന്നവരെ, ഈ രണ്ട് വിഭാഗം. ഒന്ന് നബിയും സഹാബത്തും സല്ലല്ലാഹു അലൈഹി വസല്ലം വറളിയ അൻഹും അജ്മഈൻ, ഒന്ന് അവര്. രണ്ടാമത്തേത് അവരെ ഉത്തമമായ രൂപത്തിൽ, പൂർണ്ണമായ രൂപത്തിൽ, കുറ്റമറ്റ രൂപത്തിൽ പിന്തുടരുന്ന ആളുകൾ. അങ്ങനെ പിന്തുടർന്നിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യപ്പെടുത്തിയത് തൊട്ടടുത്ത് വരുന്ന രണ്ട് തലമുറകളെയാണ്. ആ തലമുറകൾ കഴിഞ്ഞുള്ളവയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞിട്ടില്ല. ഇവർക്കാണ് സ്വർഗം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗം. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടവരാകുന്നു. തീർച്ചയായും ആ സ്വർഗത്തിൽ അവർ ശാശ്വതരാണ്. അതാണ് ഏറ്റവും മഹത്തായ വിജയം എന്ന് ഖുർആനിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നു. അതിനാൽ അവരെ ശരിക്ക് പിന്തുടരണമെന്ന് പറഞ്ഞല്ലോ. ഖുർആൻ, ഹദീസ് അത് നമുക്ക് കിട്ടിയോ എന്നതിനേക്കാൾ അതുപോലെ പ്രസക്തവും ഒരു വേള അതിനേക്കാൾ പ്രാധാന്യമർഹിക്കുന്നതുമാണ് ഖുർആനിന്റെയും ഹദീസിന്റെയും അർത്ഥവും ആശയവും വിവക്ഷയും പ്രയോഗരീതിയും ശരിയായ രൂപത്തിൽ തന്നെയാണോ നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ളത്, അതോ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ അതിന്റെ അർത്ഥത്തിൽ, ആശയത്തിൽ? അതല്ല ആരെങ്കിലും നമ്മെ തെറ്റിദ്ധരിപ്പിച്ചുവോ, നമ്മൾ അതിൽ അകപ്പെട്ടിട്ടുണ്ടോ? ഇത് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. മറ്റത് ഖുർആനിന്റെ അക്ഷരമുണ്ട്, ഖുർആനിന്റെ ലിപിയുണ്ട്, പക്ഷെ ഖുർആനിന്റെ ആശയമില്ല. മറ്റാരുടെയോ, അള്ളാന്റെ മുറാദല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുറാദല്ല, അള്ളാഹുവും അവന്റെ പ്രവാചകരും ഉദ്ദേശിച്ച വിവക്ഷയല്ല അതിന് കൽപ്പിക്കുന്നത്. മറിച്ച് മറ്റാരോ കൽപ്പിച്ച തെറ്റായ നിലക്ക് അതിലേക്ക് ചേർത്ത് പറഞ്ഞ വിവക്ഷകളായിരിക്കും നമ്മൾ സ്വീകരിക്കുന്നത്. ഇത് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള മാർഗം സ്വഹാബത്തിന്റെ അമലുമായി, സ്വഹാബത്തിന്റെ ജീവിതവുമായി, അവരുടെ ഫഹ്മ്, അവർ ഗ്രഹിച്ച രീതിയുമായി, അവരമല് ചെയ്തിട്ടുള്ള, തത്ബീഖ് ചെയ്തിട്ടുള്ള രീതിയുമായി അതിനെ തട്ടിച്ചു നോക്കുക എന്നത് മാത്രമാണ്. അതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ വഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖിൻ ഫസയക്ഫീകഹുമുല്ലാഹു വഹുവസ് സമീഉൽ അലീം. നിങ്ങൾ വിശ്വസിച്ച തത്തുല്യമായ കാര്യങ്ങൾ അവർ വിശ്വസിക്കുന്നുവെങ്കിൽ അവർക്ക് ഹിദായത്ത് ലഭിച്ചു.
സഹാബത്ത് എന്താണോ ഖുർആന്റെ വചനങ്ങളിൽ നിന്നും ഹദീസിന്റെ വചനങ്ങളിൽ നിന്നും ഗ്രഹിച്ച് മനസ്സിലാക്കി വിശ്വസിച്ചത്, അത് തന്നെ വിശ്വസിച്ചെങ്കിലേ ഹിദായത്ത് കിട്ടുള്ളൂ. അവരെ വിശ്വാസം ഒന്ന് വേറെയായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് വന്നിട്ടുള്ള ആളുകൾ ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് വേറെ ചില കാര്യങ്ങളാണ് വിശ്വസിച്ചത് എങ്കിൽ നടപ്പില്ല, അവർക്ക് ഹിദായത്ത് കിട്ടില്ല. ഫൈൻ തവല്ലൗ, അവർ സഹാബത്ത് മനസ്സിലാക്കിയത് മനസ്സിലാക്കാതെ, സഹാബത്ത് വിശ്വസിച്ചത് വിശ്വസിക്കാതെ, സഹാബത്ത് തസ്ബീഹ് ചെയ്തത് പ്രയോഗവൽക്കരിച്ചത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാതെ പിന്തിരിയുന്ന പക്ഷം അവർ വ്യക്തമായ വിഘടനത്തിലാണ്. ഫസയക്ഫീകഹുമുല്ലാഹ്, അവരുടെ കാര്യം അല്ലാഹു തന്നെ മതി നോക്കുവാൻ, അവൻ അവരെ വേണ്ടത് ചെയ്തുകൊള്ളും. വഹുവസ് സമീഉൽ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവരുമാകുന്നു. അതിനാൽ ഇത് ഒരു ക്രോസ് ചെക്ക് ചെയ്യാനുള്ള നമ്മുടെ വിശ്വാസങ്ങളിൽ, നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ അഖ്ലാഖുകളിൽ, നമ്മുടെ സുലൂക്കുകളിൽ, നമ്മുടെ ആദാബുകളിൽ, നമ്മുടെ ആമലകളിൽ നമ്മൾ ആയത്തും ഹദീസും വെച്ച് വഴിതെറ്റിപ്പോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള സുരക്ഷിതത്വത്തിന്റെ വാൾവാണ്. അതല്ലെങ്കിൽ ചെക്ക് ലിസ്റ്റാണ്. അതല്ല എങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വലിയ പരീക്ഷണം നടത്തുവാനുള്ള ഒരു വഴിയാണ് സ്വഹാബത്തിന്റെ ജീവിത രീതി. അതിനാൽ സൂറത്തു നിസായിലൂടെ അല്ലാഹു പറഞ്ഞു, വമൻ യുശാഖിഖിർ റസൂൽ من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലകൊള്ളുന്ന ആ മാർഗത്തിൽ നിന്ന് വേർതിരിഞ്ഞു പോയാൽ, من بعد ما تبين له الهدى, സന്മാർഗം അവന് വ്യക്തമായതിന് ശേഷം, വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ, എവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നുണ്ടോ ഇത്തരം കാര്യങ്ങൾ, അവിടെയൊക്കെ തന്നെ റസൂലുള്ളാഹിന്റെ കൂടെയുള്ള സഹാബത്തിനെയും കൂട്ടിയിട്ടാണ് പറയുന്നത്. അൽ മുഅ്മിനീൻ അസ്സഹാബത്തു റളിയല്ലാഹു അൻഹും, അവരുടെ മാർഗത്തിൽ നിന്ന് ആരാണോ അവരുടേതല്ലാത്ത മാർഗം പിന്തുടരുന്നത്, നുവല്ലിഹി മാ തവല്ല, അവൻ പിന്തിരിഞ്ഞ വഴിയിലേക്ക് അവനെ നാം തിരിച്ചുവിടും. അവസാനം തെറ്റായ വഴിയെ അവൻ പോയാൽ നരകത്തിലെത്തിയിട്ട് വനുസ്ലിഹി ജഹന്നം, നരകത്തിൽ കൊണ്ടുപോയിട്ട് അവനെ നാം കരിക്കും. വസാഅത്ത് മസീറ, അവന് ചെന്നെത്താനുള്ള ഈ സങ്കേതം എത്ര ചീത്തയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ സഹാബത്താണ് യഥാർത്ഥത്തിൽ ഈ സുരക്ഷിതത്വത്തിനുള്ള വാൽവ് എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. ആ കാര്യം ഇമാം മുസ്ലിം അബൂ ബുർദ അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, സ്വല്ലൈനൽ മഗ്രിബ്, ഒരു നാൾ ഞങ്ങൾ മഗ്രിബ് നമസ്കരിച്ചു, മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചക തിരുമേനിയുടെ കൂടെ. സുമ്മ ഖുൽന, അങ്ങനെ മഗ്രിബ് നമസ്കരിച്ച ശേഷം ഞങ്ങൾ പരസ്പരം പറഞ്ഞു, ലൗ ജലസ്നാ ഹത്താ നുസല്ലിയ മഅഹുൽ ഇശാ, നമ്മൾ ഇവിടെ പള്ളിയിൽ തന്നെ ഇരിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇശ നമസ്കരിക്കുന്നത് വരെ. ഖാല, റാവിൽ ഹദീസ് പറയുന്നു, ഫജലസ്ന, ഞങ്ങൾ പള്ളിയിൽ ഇരിപ്പായി. ഫഖറജ അലൈന, അങ്ങനെ ഇശായുടെ സമയമായപ്പോൾ അവിടുന്ന് ഞങ്ങളുടെ അരികിലേക്ക് വന്നു. ഫഖാല മാ സിൽതും ഹാഹുന, അവിടുന്ന് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുകയാണല്ലേ? ഖുൽനാ യാ റസൂലല്ലാഹ് സ്വല്ലൈനാ മഅകൽ മഗ്രിബ് ثم قلنا نجلس حتى نصلي معك العشاء. പ്രവാചകരെ, ഞങ്ങൾ അങ്ങയുടെ കൂടെ മഗ്രിബ് നമസ്കരിച്ചു, പിന്നെ ഞങ്ങൾ പറഞ്ഞു അങ്ങയുടെ കൂടെ നമസ്കരിക്കുന്നത് വരെ, ഇശ നമസ്കരിക്കുന്നത് വരെ ഇവിടെ ഇരിക്കാമെന്ന്. ഖാല അഹ്സൻതും ഔ അസബ്തും, അപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ചെയ്തത് നല്ലത് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് ശരിയാണ്. ഖാൽ, എന്നിട്ട് റാവിൽ ഹദീസ് പറയുന്നു, ഫറഫഅ റഅസഹു ഫിസ്സമാ, അവിടുന്ന് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ശിരസ് തല ആകാശത്തിലേക്ക് ഉയർത്തി. വകാന കസീറൻ മാ യർഫഉ റഅസഹു ഇലസ്സമാ, അത് അവിടുത്തെ ഒരു ചര്യയാണ്, ഒരു പതിവാണ്, പലപ്പോഴും തല ആകാശത്തിലേക്ക് ഉയർത്താറുണ്ട്. എന്നിട്ട് പറഞ്ഞു, അന്നുജൂമു അമനത്തുൽ ലിസ്സമാ, നക്ഷത്രങ്ങൾ ആകാശത്തിനുള്ള സുരക്ഷിതത്വമാണ്. ഫൈദാ ദഹബത്തിൻ നുജൂമു അത്തസ്സമാഅ മാ തുഅദ്, ആകാശത്തിലുള്ള ഈ നക്ഷത്രങ്ങൾ പോയി കഴിഞ്ഞാൽ ആകാശത്തിന് പറയപ്പെട്ട ആ ദുരന്തം സംഭവിക്കുകയായി. വഅന അമനത്തുൽ ലിഅസ്ഹാബി, ഞാൻ എന്റെ സഹാബത്തിനുള്ള സുരക്ഷിതത്വമാണ്, എന്റെ അനുചരന്മാർ സഹാബികൾ അവർക്കുള്ള സുരക്ഷിതത്വമാണ് ഞാൻ. വൈദാ ദഹബ്തു, ഞാൻ പോയി കഴിഞ്ഞാൽ അതാ അസ്ഹാബി മാ യുഅദൂൻ, എന്റെ അനുചരന്മാർക്ക് അവർക്ക് പറയപ്പെട്ടിരിക്കുന്നതായ ഭവിഷ്യത്തുകൾ വന്നണയുകയായി. വഅസ്ഹാബി അമനത്തുൽ ലിഉമ്മത്തി, വഅസ്ഹാബി അമനത്തുൽ ലിഉമ്മത്തി, എന്റെ സഹാബികൾ എന്റെ ഉമ്മത്തിനുള്ള സുരക്ഷിതത്വമാണ്.
വഇദാ ദഹബ അസ്ഹാബി അതാ ഉമ്മത്തി മാ യുഅദൂൻ, എന്റെ സ്വഹാബത്ത് പോയി കഴിഞ്ഞാൽ എന്റെ ഉമ്മത്തിന് പറയപ്പെട്ടതായ ഭവിഷ്യത്ത് അത് വന്നു ചേരുകയായി. സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്നത് വലിയൊരു സുരക്ഷിതത്വമാണ്. എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ അവിടുന്ന് തിരുത്തുന്നു. അതാണ് ആ സുരക്ഷിതത്വം. സ്വഹാബികൾ മൊത്തം ഈ ഉമ്മത്തിന് സുരക്ഷിതത്വമാണ്. സ്വഹാബികൾ മനസ്സിലാക്കിയാൽ, അവരുൾക്കൊണ്ട വിശ്വാസം ഉൾക്കൊണ്ടാൽ, അവർ അവരനുവർത്തിച്ചിട്ടുള്ള ദീൻ അനുവർത്തിച്ചാൽ അതവർക്ക് ഉമ്മത്തിന് സുരക്ഷിതത്വമാണ്. അവരെ വിട്ട് മറ്റൊന്നാണ് സ്വീകരിക്കുന്നതെങ്കിൽ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ, അവൻ തിരിഞ്ഞിടത്തേക്ക് അവനെ നാം തിരിച്ചുവിടും, നരകത്തിൽ കൊണ്ടുപോയിട്ട് അവനെ കരിക്കും. അത് എത്രയോ ചീത്തയായ സങ്കേതമാണ്. ഇങ്ങനെ സഹാബത്ത് സുരക്ഷിതത്വമാണ് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് ആ സഹാബികളിൽ തന്നെ പ്രത്യേകം പരിഗണിക്കേണ്ടവരെ വേറെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്ന് അബൂബക്കർ സിദ്ദീഖ് വ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുമാ വഅർളാഹുമാ. ഹുദൈഫത്ത് ഇബ്നുൽ യമാനിൽ നിന്നുള്ള റിവായത്ത് ഇമാം തുർമിദി ഉദ്ധരിക്കുന്നു. യഖ്തദൂ ബില്ലദൈനി മിൻ ബഅദി അബീ ബക്കറിൻ വ ഉമറ, എന്റെ കാലശേഷം വരുന്ന രണ്ട് ആളുകൾ അവരെ നിങ്ങൾ പിന്തുടരണം. തന്റെ കാലശേഷം വരാനിരിക്കുന്ന ഉത്തരാധികാരികളായ രണ്ടു ഖലീഫമാരിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്നിട്ട് പറഞ്ഞു, ആരാണ് ആ രണ്ടാളുകൾ? അബീബക്കറിൻ വ ഉമർ, അബൂബക്കറിനെയും ഉമറിനെയും നിങ്ങൾ പിന്തുടരണം. സഹാബത്തിനെ സ്നേഹിക്കുന്നു. സഹാബത്ത് മഹാന്മാരാന്ന് പറഞ്ഞാൽ പോരാ, മഹാന്മാരൊരുപാടുണ്ട് എന്ന് പറഞ്ഞാൽ ഫളായിലുൽ അഅ്മാൽ എടുത്താൽ മഹാൻ പറഞ്ഞതേ ഉള്ളൂ മുഴുവൻ. ഇവിടെ ആർക്കാ മഹത്വത്തിന് കുറവ്? ആ മഹത്വമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് സഹാബത്തിനെ ഇഖ്തിദാ ചെയ്യണം. സഹാബത്തിനെ ഇഖ്തിദാ, പിന്തുടരണം. അവരെ ഇത്തിബാ ചെയ്യുക എന്നത് അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കാൻ, അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗം ലഭിക്കാനുള്ള കാരണമായി ഷർത്തായി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും, അവരെ ഇത്തിബാ ചെയ്തിട്ടുള്ള ആളുകൾ, അവർക്കും അവരെ ഇത്തിബാ ചെയ്തിട്ടുള്ളവർക്കുമാണ് അള്ളാഹുവിന്റെ പ്രീതി. അവർക്കാണ് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സഹാബത്ത് മഹാന്മാരാണ് എന്നും പറഞ്ഞു ഒഴിഞ്ഞാൽ പോരാ, സഹാബത്തിനെ ഇത്തിബാ ചെയ്യണം, സഹാബത്തിനെ ഇഖ്തിദാ ചെയ്യണം. അതുകൊണ്ടാണ് അൽ ഇമാമുൽ മുബജ്ജൽ ഇമാമുസ് സുന്ന അബൂ അബ്ദുല്ലാ അശ്ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഉസൂലുസ് സുന്നത്തി ഇൻദനാ അത്തമസ്സുകു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഇഖ്തിദാഉ ബിഹിം. സുന്നത്ത്, ദീൻ എന്ന് പറയുന്നതിന്റെ അസ്ല് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ഏതൊന്നിലായിരുന്നുവോ അത് മുറുകെ പിടിക്കലും അവരെ പിന്തുടരലുമാണ്. ഖുർആന് ഹദീസ് എന്ന് മാത്രം പറഞ്ഞു പോവുകയാണെങ്കിൽ അങ്ങനെ പോകുന്ന ആളുകൾ അവരവരുടെ ഹവയനുസരിച്ചാണ് ഖുർആനിനെ വ്യാഖ്യാനിക്കുന്നത്. അവരുടെ ഹവയനുസരിച്ചാണ് ഹദീസുകൾക്ക് അർത്ഥം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ലിപികളിൽ ഇസ്ലാം നിലനിൽക്കുകയും ആശയത്തിൽ, അന്തസ്സത്തയിൽ, ആത്മാവിൽ, ചൈതന്യത്തിൽ ഇസ്ലാം അവർക്ക് നഷ്ടപ്പെട്ട് ചോർന്നു പോവുകയും ചെയ്യും. ഇസ്ലാം അതിന്റെ അന്തസ്സത്തയിൽ, അതിന്റെ ചൈതന്യത്തിൽ, അതിന്റെ ആത്മാവിൽ അവർക്ക് നിലനിന്ന് കിട്ടണമെങ്കിൽ സഹാബത്തിനെ ഇത്തിബാ ചെയ്യണം, സഹാബത്തിനെ ഇഖ്തിദാ ചെയ്യണം. അതുപോലെ തന്നെ ഈ രണ്ടാളുകളെ മാത്രമല്ല, ഖുലഫാഉർ റാഷിദീങ്ങളെ മൊത്തം പിന്തുടരണമെന്ന് ഇബ്നു മാജ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം. പ്രസിദ്ധമായ ഇർബാദ് ഇബ്നു സാരിയുടെ ഹദീസാണ്. അദ്ദേഹം പറഞ്ഞു, ഖാമ ഫീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത യൗമിൻ, ഒരു ദിവസം അവിടുന്ന് ഞങ്ങളുടെ അരികിൽ നിന്നു, ഫവഅലന, എന്നിട്ട് ഞങ്ങളെ ഉപദേശിച്ചു. മൗഇദതൻ ബലീഗതൻ, വളരെ ഹൃദയസ്പൃക്കായ, അങ്ങേയറ്റം മനസ്സിൽ തട്ടുന്ന ചില വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഉപദേശിച്ചു. വജിലത്ത് മിൻഹൽ ഖുലൂബ്, ആ ഉപദേശത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ പിടക്കാൻ തുടങ്ങി. വദറഫത്ത് മിൻഹൽ ഉയൂൻ, കണ്ണുകളെല്ലാം തന്നെ ഈറനണിഞ്ഞ് കണ്ണീരുകൾ ഒഴുകാൻ തുടങ്ങി. ഫഖീൽ യാ റസൂലല്ലാഹ് വഅൽതനാ മൗഇദത മുവദ്ദിഇൻ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, അവിടുന്ന് ഞങ്ങൾക്ക് വഅദ് നൽകിയിട്ടുള്ളത്, ഉപദേശിച്ചിട്ടുള്ളത് ഒരു യാത്ര പറഞ്ഞ് തിരിഞ്ഞു പോകുന്നവൻ നൽകുന്ന അന്ത്യോപദേശം പോലുള്ളതാണല്ലോ. ഫഅഹദ് ഇലൈനാ ബിഅഹദിൻ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഉടമ്പടി നൽകണം, ഒരു അവസാനത്തെ ഉടമ്പടി, തെറ്റാതിരിക്കാൻ ഞങ്ങൾക്കുള്ള ഒരു ഉടമ്പടി. ആ സമയത്ത് ഫഖാൽ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ ഉടമ്പടി, അലൈക്കും ബി തഖ്വല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. എന്താണ് തഖ്വല്ലാഹ്? തഖ്വല്ലാഹ് ഫൽഖ് ഇബ്നു ഹബീബ് റഹിമഹുല്ലാഹു തആല വിശദീകരിച്ചു. എന്താണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല അൻ തഅമല ബിത്വാഅത്തില്ലാഹ്, അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് നീ ജീവിക്കലാണ്, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കലാണ്. അലാ നൂരിൻ മിനല്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുക എന്ന് പറഞ്ഞിട്ട് നീ കരുതിയ മാർഗത്തിലൂടെ പ്രവർത്തിച്ചാൽ പോരാ. അള്ളാഹ് ഇറക്കിയ നൂറനുസരിച്ച്, വഹ്യനുസരിച്ച്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന രീതി അനുസരിച്ച് തന്നെ ചെയ്യണം. അത് തന്നെയും തർജു സവാബല്ലാഹ്, അള്ളാഹുവിന്റെ പ്രതിഫലത്തിന് വേണ്ടിയിട്ടുമായിരിക്കണം. അതിൽ മൂന്ന് കാര്യമാണ് സൂചിപ്പിച്ചത്. ഒന്ന് ത്വാഅത്തുല്ലാഹ്, ത്വാഅത്തുല്ലാഹ് എങ്ങനെയായിരിക്കണം? ത്വാഅത്തുല്ലാഹ്ക്ക് ഇഖ്ലാസും വേണം, ഇസാബത്തു സുന്നത്തും വേണം. അള്ളാഹുവിന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ചെയ്യണം. അതുപോലെ തന്നെ ഇസാബത്തു സുന്നത്ത് നബിയുടെ ചര്യപ്രകാരം അവിടുന്ന് കാണിച്ചു തന്ന മാർഗമനുസരിച്ച് കൊണ്ടായിരിക്കണം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാടില്ല, ധിക്കാരമാണ്, തെറ്റാണ് എന്ന് പറഞ്ഞ വാൻ തതുറുക മഅസിയത്തുല്ലാഹ്, മഅസിയത്തുകൾ ഉപേക്ഷിക്കലാണ്. അത് അലാ നൂരിൻ മിനല്ലാഹ്, എങ്ങനെയെങ്കിലും ഉപേക്ഷിച്ചാൽ മതിയോ? പോരാ, അത് ഉപേക്ഷിക്കുന്നതിനുള്ള മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇസാബത്ത് സുന്നത്ത് വേണം. അത് തന്നെയും തഖ്ശാ ഇഖാബല്ലാഹ്, അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടുമായിരിക്കണം. ഇതാണ് തഖ്വ. അതിനാൽ നിങ്ങൾ തഖ്വ സ്വീകരിക്കുക, തഖ്വ ഉൾക്കൊള്ളുക. വസ്സംഉ വത്വാഅ, അതുപോലെ തന്നെ സമഉം ത്വാഅത്തും വേണം. വിപ്ലവമോ അല്ലെങ്കിൽ ആഭ്യന്തര കലാപമോ അതല്ലെങ്കിൽ പ്രകടനങ്ങളോ ഒന്നുമല്ല നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മെ ഭരിക്കുന്ന ഭരണാധികാരികൾ, മുസ്ലിം ഭരണാധികാരികൾ, മനിയലി അംറൽ മുസ്ലിമീന മിനൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഭരിക്കുന്ന ഭരണാധികാരികൾ, അവര് ഒരുപക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നതുപോലെ ജനങ്ങൾ ശൂറയിലൂടെ തെരഞ്ഞെടുത്തതാകാം, അല്ലെങ്കിൽ ഒരു അഹദിലൂടെ ഉമർ ഖത്താബ് തെരഞ്ഞെടുക്കപ്പെട്ടതുപോലെയാകാം, അല്ലെങ്കിൽ ഒരു പാനലിലൂടെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുത്തതുപോലെയാകാം, അല്ലെങ്കിൽ വേറെയുള്ള സവിശേഷമായ സാഹചര്യങ്ങളിൽ മറ്റൊരാൾ വന്നതുപോലെയാകാം, അതല്ലെങ്കിൽ ഒരാൾ ബലം പ്രയോഗിച്ച് അധികാരം കൈയടക്കിയതാകാം. എങ്ങനെ വന്നാലും അയാൾ ഖലീഫയായി, ഭരണാധികാരിയായി അതിർത്തികൾ കാക്കാനും ശിക്ഷാ നടപടികൾ നടപ്പിൽ വരുത്തുവാനും അധികാരമുള്ള, സ്വാധീനമുള്ള ഒരു ഭരണാധികാരിയായി അയാൾ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അസ്സംഉ വത്വാഅ, കേൾക്കണം, അനുസരിക്കണം. അതിന് അന്യായമുണ്ടെങ്കിലോ അലൈക്കും ബിസ്സബ്ർ, അലൈക്കും ബിസ്സബ്ർ ഫസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണം. ഹത്താ തൽഖൗനി അലൽ ഹൗം, ഹൗമിന്റെ അരികിൽ വെച്ച് ഞാൻ നിങ്ങളുമായി സന്ധിക്കുന്നത് വരെ ക്ഷമിക്കണം. അയാൾ ആ ഭരണാധികാരി നിന്റെ മുതുകത്തടിച്ചു, അല്ലെങ്കിൽ നിന്റെ ധനം അന്യായമായി തട്ടിക്കൊണ്ടുപോയി, എന്നാലും ഇസ്മ വാക്ക് നീ കേൾക്കണം, അനുസരിക്കണം. അസ്സംഉ വത്വാഅ വഇൻ അബ്ദൻ ഹബശിയൻ, നിങ്ങളുടെ മേൽ ആധിപത്യം കിട്ടുന്നത് ഒരു ഹബശിയായ, എത്യോപ്യക്കാരനായ അടിമക്കാണെങ്കിൽ പോലും. വസതറൗന മിൻ ബഅദി ഇഖ്തിലാഫൻ ശദീദ, എന്റെ കാലശേഷം ഒരുപാട് ഭിന്നതകൾ നിങ്ങൾ കാണും. ഫഅലൈക്കും ബിസുന്നതി, അങ്ങനെ ഭിന്നതകൾ മുളപൊട്ടാൻ തുടങ്ങിയാൽ, അഭിപ്രായ വ്യത്യാസങ്ങൾ സമൂഹത്തിൽ ഉടലെടുക്കാൻ തുടങ്ങിയാൽ, ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ അതിനുള്ള പരിഹാരം എന്ത്? അതിൽ നിങ്ങൾക്കുള്ള സുരക്ഷിതത്വം എവിടേക്കാണ് നിങ്ങൾ രക്ഷ ചോദിച്ച് ഓടിപ്പോകേണ്ടത്? അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, നിങ്ങൾ എന്റെയും മഹ്ദിയീങ്ങളായിട്ടുള്ള, സച്ചരിതരായിട്ടുള്ള എന്റെ ഉത്തരാധികാരികളുടെയും ഖുലഫാക്കളുടെയും ചര്യ മുറുകെ പിടിക്കണം. അപ്പൊ സഹാബത്തിനെ മൊത്തം പിടിക്കാൻ മുഹാജിർ, അൻസ്വാർ, അബൂബക്കർ, ഉമർ, അതുപോലെ തന്നെ ഖുലഫാഉർ റാഷിദീൻ, ഇവരൊക്കെ നിങ്ങൾ മുറുകെ പിടിക്കണം. അള്ളു അലൈഹ ബിന്നവാജിൽ, നിങ്ങൾ അണപ്പല്ല് കൊണ്ട് അത് കടിച്ചു പിടിക്കണം. വയ്യാക്കും വൽ ഉമൂറൽ മുഹ്ദസാത്ത്, നൂതനമായി പുതിയതായി സൃഷ്ടിക്കപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, അങ്ങനെ നൂതനമായി സൃഷ്ടിക്കപ്പെടുന്ന ഏതൊരു ബിദ്അത്തും അത് വഴികേടാണ്. ഇവിടെ നമ്മൾ സ്വഹാബത്തിനെ സ്വീകരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഓരോ സ്റ്റെപ്പുകളും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ എന്നു മാത്രമല്ല, ആ സ്വഹാബത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. എന്താ പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം ഒരിക്കൽ തന്റെ അനുചരന്മാരുടെ കൂടെ ഷാമിലേക്ക് പോകുകയാണ്. അപ്പൊ ആ സംഭവം ഉദ്ധരിക്കുന്ന ആള് പറയാണ്, ഖത്തബന ഉമറു ബിൽ ജാബിയ, ജാബിയയിൽ വെച്ച് ഉമർ ഞങ്ങളോട് അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ആ സംസാരത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാമ ഫീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം كمقامي فيكم ثم قال أكرموا أصحابي ثم الذين يلونهم ثم الذين يلونهم.
ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ ഒരു നാൾ അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? എന്റെ അനുചരന്മാരെ നിങ്ങൾ ആദരിച്ചു കൊള്ളണം. അവർക്ക് ശേഷമുള്ള തലമുറയെയും അഥവാ താബിഉകളെ, പിന്നീട് അവർക്ക് ശേഷം വരുന്ന തലമുറകളെയും അഥവാ താബിഉകളെ ഇവരെ നിങ്ങൾ ആദരിക്കണം എന്ന് പറഞ്ഞു. കാരണം അവരാണ് ഏറ്റവും ഉത്തമരായ തലമുറ എന്ന് ഇമാം ബുഖാരിയുടെ റിവായത്തിലുണ്ട്. ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് മാത്രമല്ല, അവരെ കുറിച്ച് പഴിച്ചു പറയാൻ പാടില്ല, അവരെ കുറിച്ച് വേണ്ടാത്തത് മനസ്സിൽ വിചാരിക്കാൻ പാടില്ല. അബൂ സഈദ് അൽ ഖുദരിയിൽ നിന്നുള്ള റിവായത്ത് ഇമാമുൽ മുഹദ്ദിസീൻ അബൂ അബ്ദുല്ലാ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി, എന്റെ അനുചരന്മാരെ നിങ്ങൾ പഴിച്ചു പറയരുത്. ഫലൗ അന്ന അഹദക്കും, നിങ്ങളിൽ ഏതൊരുവൻ തന്നെയും അൻഫഖ മിസ്ല ഉഹുദിൻ ദഹബ, ഉഹദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും മാ ബലഗ മുദ്ദഹദിഹിം വലാ നസീഫഹു, എന്റെ സഹാബികളിൽ പെട്ടിട്ടുള്ള ഒരാൾ ഒരു മുദ്ദ്, ഒരു വാരൽ അല്ലെങ്കിൽ അരവാരൽ ചെലവാക്കിയ അതിന്റെ അടുത്തേക്ക് നിങ്ങൾ ഉഹദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും എത്തില്ല. അവരുടെ ഫള് ഒരിക്കലും നിങ്ങൾ നിഷേധിക്കരുത്, അവരെ നിങ്ങൾ നിഷേധിച്ച് പറയരുത്. എന്ന് മാത്രമല്ല, നമുക്ക് കാണാൻ സാധിക്കുന്നു മുസ്നദ് അഹ്മദിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അസറായിക്കൊണ്ടുള്ള റിവായത്ത് അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ നളറ ഫീ ഖുലൂബിൽ ഇബാദ്, അല്ലാഹു അവന്റെ അടിയാറുകളുടെ, അവന്റെ സൃഷ്ടികളുടെ അഥവാ മനുഷ്യ സൃഷ്ടികളുടെ അടിയാറുകളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കി. ഫവജദ ഖൽബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈറ ഖുലൂബിൽ ഇബാദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സാണ് മൊത്തം മനുഷ്യരാശിയിലുള്ള ഓരോ വ്യക്തിയുടെയും മനസ്സിനേക്കാൾ ഉത്തമമായ ഗുണകരമായ മനസ്സെന്ന് കണ്ടു. ഫസ്വഫാഹു ലിനഫ്സിഹി, അങ്ങനെ അല്ലാഹു മുഹമ്മദ് നബിയെ പ്രത്യേകമായി തനിക്ക് വേണ്ടി തെരഞ്ഞെടുത്തു, ഖലീലാക്കി നിശ്ചയിച്ചു എന്ന് നമുക്കറിയാവുന്നതാണ്. ഫബതഅസഹു ബിരിസാലതിഹി, തന്റെ റിസാലത്ത് നൽകി, ദൗത്യം നൽകി അദ്ദേഹത്തെ നിയോഗിച്ചു. ثم نظر في قلوب العباد, അതിനുശേഷം പിന്നീട് മറ്റുള്ള മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് നോക്കിയപ്പോൾ ബഅദ ഖൽബി മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആളുകളുടെ ഹൃദയത്തിലേക്ക് നോക്കിയപ്പോൾ ഫവജദ ഖുലൂബ അസ്ഹാബിഹി ഖൈറ ഖുലൂബിൽ ഇബാദ്, മറ്റുള്ള എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളെക്കാൾ ഏറ്റവും ഉത്തമമായ ഹൃദയം കണ്ടത് അവിടുത്തെ സഹാബാക്കളുടെ ഹൃദയമാണ്. അപ്പോൾ ഫജഅലഹും മുസറാഅ നബിയിഹി, ആ ആളുകളെ അഥവാ സഹാബികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുസറാക്കളാക്കി, മന്ത്രിമാരാക്കി വെച്ചു. യുഖാതിലൂന അലാ ദീനിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കൊടുത്ത ദീനിനു വേണ്ടി, അതിന്റെ പ്രചാരണത്തിനു വേണ്ടി, അതിന്റെ സംരക്ഷണത്തിനു വേണ്ടി, അള്ളാഹുവിന്റെ കലിമ ഉന്നതമായിരിക്കുന്നതിനു വേണ്ടി അവർ ജിഹാദ് നടത്തുന്നു, യുദ്ധം നടത്തുന്നു. ഫമാറാൽ മുസ്ലിമൂന ഹസനൻ ഫഹുവ ഇൻദല്ലാഹി ഹസൻ, ആ മുസ്ലിമീങ്ങൾ സഹാബത്ത് അവരൊരു കാര്യം നല്ല കാര്യമായി കണ്ടിട്ടുള്ളത് അത് അള്ളാഹുവിന്റെ അടുക്കൽ നല്ലത് തന്നെയാണ്. വമാറഔ സയ്യിഅൻ ഫഹുവ ഇൻദല്ലാഹി സയ്യി, അവരൊരു കാര്യം തിന്മയായി കണ്ടിട്ടുള്ളത് അത് അള്ളാഹുവിന്റെ അടുക്കൽ തിന്മ തന്നെയാണ്. അതുകൊണ്ടാണ് സഹാബത്ത് പലതും ചെയ്യും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകവെച്ചു കൊടുക്കും, അത് അള്ളാഹു അറിയിക്കുന്നതാണ്. അതിനു മാത്രം ഉത്കൃഷ്ടമായിരുന്നു അവരുടെ മനസ്സ്. നമസ്കാരത്തിൽ ഒരാള് ഒരിക്കൽ പറഞ്ഞു, എന്താണ്, ദുആഉൽ ഇസ്തിഫ്താഹിന്റെ സന്ദർഭത്തിൽ തക്ബീർ കെട്ടിയ ശേഷം പറഞ്ഞു, അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. നമസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് ആ വാക്ക് പറഞ്ഞത്? അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാനാണ് നബിയെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വകവെച്ചു കൊടുത്തു. ആ വാക്ക് ചില്ലറ വാക്കല്ല, 30ഓളം മലക്കുകൾ അള്ളാഹുവിലേക്ക് ആ വചനം ഉയർത്തുന്നതിന് വേണ്ടി മത്സരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അവരുടെ ഹൃദയത്തിന് ആ വിശുദ്ധിയുണ്ട്. അതുകൊണ്ട് തന്നെ അവര് ഹസനായ ആ കാര്യത്തെ അവര് പറഞ്ഞതുകൊണ്ട് മാത്രം അത് ദീനിൽ നിയമമാകില്ല. അള്ളാഹുവിന്റെ റസൂൽ അതിനെ തഖ്രീർ ചെയ്യണം. ആ തഖ്രീരിയായ സുന്നത്ത്, എന്തുകൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾക്ക് പലതിനും തഖ്രീർ വന്നത്? അവരുടെ ഹൃദയം അത്രയും വിശുദ്ധമാണ്, അത്രയും ഉത്കൃഷ്ടമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞു, വാഫഖ്തു റബ്ബി ഫി സലാസത്തിൻ ഔ വാഫഖനി റബ്ബി ഫി സലാസ, 3 കാര്യത്തിൽ എന്റെ റബ്ബ് എന്നോട് യോജിച്ചു, അല്ലെങ്കിൽ ഞാൻ എന്റെ റബ്ബിനോട് യോജിച്ചു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചില കാര്യം പറയും, നബിയെ അങ്ങനെ ആയിരുന്നുവെങ്കിൽ അതനുസരിച്ച് ആയത്തുണ്ടാണ്, അറിയാവുന്നതാണ്. ഇതെന്തുകൊണ്ട്? കാരണം മൊത്തം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം കഴിഞ്ഞാൽ പിന്നീട് മൊത്തം മാനവരാശിയുടെ ഹൃദയത്തിൽ നല്ല ഹൃദയമുള്ള ആളുകളാണിവർ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സഹാബത്ത്, ആ സഹാബത്തിനെ നിങ്ങൾ സ്വീകരിച്ചേ പറ്റൂ.
അതിനാൽ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ റിവായത്ത് മൻ കാന മുസ്തന്നൻ, ആരാണോ മൻ കാന മിൻകും മുസ്തന്നൻ ഫൽയസ്തന്ന ബിമൻ ഖദ് മാത്, നിങ്ങൾക്കൊരു ചര്യ പിന്തുടരണമെങ്കിൽ, നിങ്ങൾക്കൊരു മാതൃകയായി നിങ്ങൾ സ്വീകരിച്ച് പിന്നാലെ പോകണമെങ്കിൽ അതിന് പല ആൾക്കാരെയും നമ്മൾ സ്വീകരിക്കും. നല്ല ചിന്തകന്മാർ, പിന്നെ അല്ലാമ ഇക്ബാൽ, വഹീദുദ്ദീൻ ഖാൻ, ഇങ്ങനെ കുറെ ഖാത്തൂൻ ഖാൻ ഒക്കെ നമുക്ക് വേറുണ്ടാകും. അതൊക്കെ വേറെ കാര്യം. ഇതൊന്നുമല്ല നിങ്ങൾക്ക് പിന്തുടരാൻ പറ്റിയത്. അല്ലെങ്കിൽ വേറെ കുറെ ബുദ്ധിജീവികൾ ഉണ്ടാകും. ഒന്നുമല്ല, നിങ്ങൾ ചര്യയായി നിങ്ങൾ പിന്തുടരേണ്ടത്, മാതൃകയായി സ്വീകരിച്ച് പിന്നാലെ പോകേണ്ടത് ആ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളെ നിങ്ങൾ പിന്തുടരൂ. ഫൈനൽ ഹൈ ലാ തുമനു അലൈഹിൽ ഫിത്ന, ജീവിച്ചിരിക്കുന്ന ആളുകൾ അവർക്കിനി ഫിത്ന വരുമോ ഇല്ലേ എന്ന കാര്യത്തിൽ നമുക്ക് നിർഭയത്വത്തിൽ ഇരിക്കാൻ പറ്റില്ല. ഫിത്ന വന്നേക്കാം. ആരാണ് ഈ മരിച്ചുപോയ ആളുകൾ? ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചക തിരുമേനിയുടെ സഹാബികളാണവർ. കാനു അഫ്ളല ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും സർവശ്രേഷ്ഠരാണവർ. അബർറഹാ ഖുലൂബ, ഏറ്റവും ഹൃദയത്താൽ ഏറ്റവും പുണ്യമുള്ള ആളുകളാണവർ. വഅമഖഹാ ഇൽമ, ഏറ്റവും ആഴത്തിൽ അറിവുള്ളവരാണ്. ഇന്ന് അറിവുണ്ടാകണമെങ്കിൽ എന്താ വെച്ചാൽ കൂടുതൽ തർക്കിക്കാൻ പറ്റണം. തർക്കത്തിന്റെ വാശിക്കനുസരിച്ചാണ് ഇക്കാലത്ത് അറിവിന്റെ സ്കെയില്. അങ്ങനെ അല്ല അത്. തകല്ലുഫൻ, പിന്നെ ജഡപടാലിറ്റി ഒട്ടുമില്ലാത്ത ആളുകളാണവർ. കൃത്രിമത്വം ഒട്ടുമില്ലാത്തവരാണ്. ഖൗമുൻ, അവരൊരു ജനതയാണ്. തന്റെ നബിയുടെ സഹവാസത്തിനു വേണ്ടി, അനുചരന്മാരായിരിക്കുന്നതിനു വേണ്ടി അള്ളാഹു അവരെ തെരഞ്ഞെടുത്തിരിക്കുന്നു. വൈഖാമത്തി ദീനിഹി, തന്റെ ദീനിനെ നിലനിർത്തുന്നതിന് വേണ്ടിയും. ഫഅരിഫൂ ലഹും ഫളലഹും, അവരുടെ ശ്രേഷ്ഠത നിങ്ങൾ അവർക്ക് വകവെച്ചു കൊടുക്കണം. വത്തബിഊഹും ഫീ ആസാരിഹിം, അവരുടെ കാൽപ്പാടുകളിൽ അവരെ നിങ്ങൾ പിന്തുടരണം. വതമസ്സകൂ ബിമസ്തതഅതും മിൻ അഖ്ലാഖിഹിം വദീനിഹിം, അവരുടെ സ്വഭാവത്തിലും ദീനീ ചിട്ടയിലും നിങ്ങൾക്ക് എത്രത്തോളം സാധിക്കുന്നുവോ അത്രയും നിങ്ങൾ അവരെ മുറുകെ പിടിക്കണം. ഫഇന്നഹും കാനൂ അലൽ ഹദിയിൽ മുസ്തഖീം, അവരാണ് ഏറ്റവും ചൊവ്വായ ഹിദായത്തിൽ, സന്മാർഗത്തിൽ, വഴിയിലുള്ള ആളുകൾ അവരാണ്. അവരുടെ പിന്നാലെ നിങ്ങൾ പോകണം. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ തീരുമാനം.